വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്കലവാടിക്ക് പോവുകയാണ്. എന്തിനാ വെച്ചാൽ റിയാൻ്റെ പൊടി വന്നിട്ടുണ്ട്. ഇമ്മക്ക് മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. നല്ല തണുപ്പുണ്ട്. മമ്മ എന്താ ഇവിടേക്ക് പോയ എന്താ എടുക്കാ മമ്മ? ആ ഞെട്ടമാലേക്കാണ് തോന്നുന്നു. ഞെട്ട അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ആ പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം. റിയപ്പുറങ്ങൾ പോകുകയാണ്. അംഗനവാടി കാണിച്ചു കൊടുക്കും. അംഗനവാടി കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മളെ അംഗനവാടി ഒന്ന് കാണണ്ടേ? അതെ. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവൻ്റെ അമ്മയുടെ പാല് തന്നെയാണ്. മനുഷ്യരാണ് മൃഗങ്ങളുടെയൊക്കെ കവർന്നെടുക്കുന്നത് അല്ലേ? മൃഗങ്ങളാണ് ചെയ്യാറില്ലല്ലോ. പക്ഷെ തൻ്റെ കുട്ടിയുടെ പാൽ ആർക്കുള്ളതായിരിക്കാം? തൻ്റെ പാല് തൻ്റെ കുട്ടിക്കുള്ളതാണെന്നുള്ളതാണ് ഇത്. അതിന് പശുവിൻ്റെ കുട്ടിയാണ് പശുവിൻ്റെ പാല് കുടിക്കുന്നത് അല്ലേ? നമ്മളുടെ അമ്മമാരുടെ പാല് നമ്മുടെ കുട്ടികൾ കുടിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മൃഗങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല? അത് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞത്. ഹെൽത്ത് സെന്ററിലെ സിസ്റ്ററാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി ഓഗസ്റ്റ് 1 to 7 എന്താണ് ലോക മുലയൂട്ടൽ വാരാചരണമാണ്. അപ്പൊ പല കാറ്റഗറിയിലുണ്ട്. അമ്മമാരായവരുണ്ട്, അമ്മമാരാവാൻ പോകുന്നവരുണ്ട്, കുട്ടികളെ കെയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന അറിവ് 4 പേർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിപ്പോ നമുക്ക് ഇന്ന പ്രായമെന്നോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരാവണം നിർബന്ധമില്ല. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു 10 പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 10 പേർക്ക് കൂടെ എത്തിയാൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 20 പേർക്ക് കൂടെ ആയാൽ അത്രയും ഗുണമാവട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടി. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് മുലയൂട്ടൽ വാരത്തിന് കൊടുക്കുന്നത്. അതായത് ഓഗസ്റ്റ് 1 to 7 എല്ലാ അംഗൻവാടികളെ കേന്ദ്രീകരിച്ചും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ക്ലാസ് എടുക്കണം എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ടാണ്. അപ്പം ടീച്ചർ ഏകദേശം ഒരു ക്ലൂ അല്ലെങ്കിൽ ഏകദേശം ഒരു കവറപ്പ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തേക്ക് പോവാണ്. അവിടെ കാണിച്ചിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. ഇറങ്ങിക്കോട്ടെ. കാലും കൊണ്ട് പൊടിഞ്ഞതാട്ടോ. ഒരു ചെരുപ്പ് അതാ അവിടെ കളക്കുന്നുണ്ട്, ഒരു ചെരുപ്പ് ഇതാ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചെരുപ്പ് കണ്ടെത്താൻ പറ്റിയില്ല. ഇമ്മ അവിടെ കുറേ നേരം നിന്നപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ഒലിച്ചു കഴിഞ്ഞ് ഞാനും നമ്മുടെ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയും കണ്ടതായിരുന്നു ഇവിടെ കളിച്ചു കാണും. അപ്പോൾ സാരല്ല, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ചെരുപ്പ് എടുക്കാം. ചന്തല പൂ കണ്ടപ്പോ ഉണ്ടല്ലോ എന്നോടാണ്.
പോവുകയാണ്. റിയക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ ഒരു കൂണ് ഇറക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയത് വലിയ കൂണാ. ഇന്നത്തെ വീഡിയോ എത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണം മറക്കണ്ട.